അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. കുറേ ദിവസങ്ങളും മാസങ്ങളായില്ലേ ഞാനും മോക്കും ഉമ്മാക്കൊക്കെ സുഖയിലായിട്ട് ബാംഗ്ലൂർ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ വന്നു, നാട്ടിൽ സെറ്റായി. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് യാത്രയും ടെൻഷനും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം പറഞ്ഞു നമുക്ക് എന്നാൽ പിന്നെ 2 ദിവസമൊക്കെ എവിടെയെങ്കിലും റിലാക്സ് ആകാൻ പോകാമെന്ന്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരേക്ക് പോയി. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. രണ്ട് ദിവസത്തേക്കാണ് പോയത്. രണ്ട് രാത്രി 2 പകലും. അങ്ങനെ 2 ദിവസത്തേക്ക് പോയി അവിടെ നിന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി, രാത്രി എത്തി. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ എൻ്റെ ബ്രദർ പറഞ്ഞ് അടിപൊളി നമുക്കൊരു സ്പോട്ടുണ്ട്, വേഗം ഫ്രഷ് ആകുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് രാമേശ്വരം കഫേയിലാണ്. ഓ എൻ്റെ മക്കളെ, അത് എനിക്കിപ്പോൾ പറയുമ്പം തന്നെ ആ ദിവസം ഒന്നും കൂടെ വന്നാൽ മതിയേനോ എന്ന് വിചാരിക്കുന്നു. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് പറയാനൊന്നും കഴിയില്ല. അവിടുത്തെ ചായ മുതൽ അവിടുത്തെ ഉപ്പുമാവ് വരെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഭയങ്കരം. പിന്നെ എന്തൊക്കെയാണോ അതൊക്കെ ഒന്നിനോടൊന്ന് എനിക്ക് ഉപമിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു. പിന്നെ ഈ രാവിലെ തന്നെ നമ്മൾ 9:30 മണിക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ അവസ്ഥ ഇതാണ്. നിറച്ചും ജനങ്ങൾ, ഇരുന്നിട്ട് തിന്നാനൊന്നും പറ്റൂല കേട്ടോ. എല്ലാം എടുക്കുക, നിൽക്കുക, കഴിക്കുക. പക്ഷെ അതിനാർക്കും മൂടോട്ടില്ല. നമ്മളെ നാട്ടിലാറ്റോ നിന്നിട്ടാണ്, ഹോട്ടലാണെങ്കിൽ ആരെങ്കിലും വന്നിട്ട് കഴിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ആരൊക്കെ എണീച്ച് എല്ലാവരും നിന്നിട്ട് തന്നെ കഴിക്കുന്നത്. അവിടെ സിറ്റിങ്ങിൻ്റെ ഏരിയ ഇല്ല. നമ്മൾ തന്നെ ടോക്കൺ എടുക്കുക, നമ്മൾ സാധനം വാങ്ങുക, കൗണ്ടറിൽ കൊടുക്കുക, സാധനം നമുക്ക് അവർ തരും. എന്നിട്ട് നമ്മൾ തന്നെ വന്നിട്ട് നമ്മൾ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് തിന്നണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. എന്നിട്ട് എല്ലാവരും വരാതിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഈ ഒരു ഫാന് നോക്കിയാട്ടെ, എന്തോ ഒരു വലുപ്പം. അതുതന്നെ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വെറൈറ്റി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്റ്റീമറൊക്കെ കറണ്ടിലാണ് കേട്ടോ. എല്ലാം കറണ്ടിലുള്ള സ്റ്റീമർ. പിന്നെ നമ്മുടെ ഈ ഓട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കൂലേ, വെള്ളം തെളിക്കൂലേ, അതൊക്കെ പൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ദുബായിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുക്കർ ബിരിയാണി ഇല്ലേ, അതിൻ്റെ അകത്ത് അവർ കുക്കറിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പൈപ്പിലൂടെയാണ്. ഓരോരോ കുക്കറിന് എടുത്തും ഒരു 10 കുക്കറിന് ഒരു ഇതേപോലത്തെ പൈപ്പ്. അതിനുശേഷം ഞാനിവിടെ കഫേയിലാണ് കേട്ടോ കണ്ടത്, പിന്നെ രാമേശ്വരം കഫേയിൽ. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ ആ ഇഡ്ഡലിയൊക്കെ നമ്മൾ ചെറിയ ഇഡ്ഡലിയുണ്ട്, വലിയ ഇഡ്ഡലിയുണ്ട് കേട്ടോ. പൊടി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ വലിയ ഇഡ്ഡലിയാണ് തരാൻ. സാധാരണ ഇഡ്ഡലി എന്ന് പറയുമ്പം ചെറിയൊരു 3 ഇഡ്ഡലി. പിന്നെ പൂരി ബജി, അതും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ പോയ ആൾക്കാർ രാമേശ്വരം കഫേയിൽ പോവാതിരിക്കരുത്. അവിടുത്തെ കോഫി മുതൽ നമ്മുടെ സാധാരണ ഉപ്മാവ് വരെ കഴിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കേസരി, അതിൻ്റെ ഒന്ന് ഫോട്ടോസ് എടുക്കാൻ വിട്ടു കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉള്ളത്. ചെറിയ രീതിയിൽ എടുത്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും പോയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിന്നിട്ട് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ അവിടെ തന്നെ കട്ട് ഫ്രൂട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പം നല്ല അടിപൊളി, നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് പൊളിച്ചിട്ട് കഴിച്ചിട്ട് വന്നു. വയറൊക്കെ നല്ല ഫുള്ളായി, മനസ്സും ഫുള്ളായി. കാരണം വീട്ടിലാകുമ്പോൾ രാവിലെ എണീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണം, അത് ഇത് ക്ലീനിങ് ഇതൊന്നും ഇല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വെറുതെ ഇട്ട് വന്നിട്ട് കഴിച്ചു. ഇനി നമ്മൾ നേരെ റൂമിലൊക്കെ പോയി നല്ല കുറച്ചൊന്ന് റിലാക്സായി. പിന്നെ വൈകുന്നേരം പുറത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും പോയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ പിന്നെ രണ്ടാമത് നമ്മളിവിടെ പ്ലാനിട്ട് പോയ സ്ഥലമാണ് ഐക്യയിൽ. എന്തിനാ പോയാൽ സാധനം എടുക്കാനാണോ? നോ, സാധനം എടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഇവിടെയും നമ്മൾ പണ്ട് പറഞ്ഞ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ പണ്ടേ എല്ലാവരും പറയുന്നതൊക്കെ ഐക്യയിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്, ഗൾഫിലുള്ളതെല്ലാം. അപ്പോൾ 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാംഗ്ലൂരുള്ള ഐക്യയിലെ ഫുഡ് ഭയങ്കര, ഫുഡ് കോർട്ട് ഭയങ്കരമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിട്ടോ? ഇല്ല. നമ്മൾ നേരെ എന്താക്കി, പിറ്റേത്തെ ദിവസം രാവിലെ 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഐക്യയിലെത്തി. അവിടുത്തെ പിന്നെ എക്സിബിഷനൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ സാധനം വാങ്ങാനുള്ള ഒരു ഇതിലൊന്നുമല്ല പോയത്, വെറുതെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ അവിടെയും വെറുതെ വിട്ടില്ല. അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഐറ്റംസും നമ്മൾ എന്താക്കി ഓരോന്നെടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു യുദ്ധം പോലെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല ചൂടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അത് തന്നെ ചൂടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പം അവിടെ നിന്നും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അവിടെയുള്ള പിന്നെ റൈസ്, ടൊമാറ്റോ റൈസും രസമുണ്ടായിരുന്നു, വൈറ്റ് റൈസും രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ മീറ്റ് ബോൾ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാലഡ്, പിന്നെ എല്ലാ സാധനങ്ങളും, ചിക്കൻ ആണെങ്കിലും സാലഡ് ആണെങ്കിലും പൊട്ടറ്റോ ഫ്രൈ ആണെങ്കിലും ഓണിയൻ ഫ്രൈ ആണെങ്കിലും
എല്ലാം ടേസ്റ്റ്, അതും നല്ലോണം അടിച്ചു. പിന്നെ ഒരുപാട് വെറൈറ്റി ബൺസ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ അതും കഴിച്ച് നല്ലോണം വയറ് ഫുള്ളായി. ശരിക്കും പറയുന്നത് വെച്ചാൽ ഈ 2 ദിവസം ഏകദേശം ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തിലുള്ള സാധനങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു വന്നു, നല്ല റിലാക്സായി, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളും ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അടിച്ച് പൊളിച്ച് തിന്നിട്ട് വരിക. എല്ലാവരും സാധനം വാങ്ങാനല്ലേ ബാംഗ്ലൂർ പോവുക, നമ്മൾ തിന്നാനായിട്ട് പോയ പോലെ ആയിപ്പോയി. എല്ലാം തിന്നു, കണ്ടു, വന്നു. എല്ലായിടത്തും പോയിന് കേട്ടോ, ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം ഒന്ന് കറങ്ങി തിരിച്ചു വന്നു. പിന്നെ കുറച്ച് ഉമ്മയൊക്കെ കുറച്ച് റെസ്റ്റ് എടുത്തു, ഞാനും മോളൊക്കെ പോയി. അപ്പോൾ അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.